വനം വകുപ്പിന്റെ നിർദ്ദേശം ലംഘിച്ചാണ് സെൽഫി എടുക്കാൻ ഇറങ്ങിയതെന്ന് ബന്ദിപ്പൂർ കടുവ സംഘത്തിലെ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കർണാടക സ്വദേശി. നമ്മൾ കണ്ടില്ലേ, ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട അയാളുടെ ദൃശ്യം ഓർമ്മയുണ്ടല്ലോ. ആന ഓടിച്ചു ഒരു അണുവിട മാറിയിരുന്നെങ്കിൽ അദ്ദേഹം ഈ ലോകത്ത് ഇത് പറയാൻ ബാക്കിയുണ്ടാകുമായിരുന്നില്ല. സംഭവത്തിന് ശേഷം ഫോൺ ഓഫ് ചെയ്ത് വീട്ടിൽ പോയ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. ആരും ഇത്തരം സാഹസത്തിന് മുതിരരുത് എന്നും രക്ഷപ്പെട്ടയാൾ പറയുന്നു. ಎಲ್ಲ ಮಾಡಿ ನನ್ನ ಜೀವ ಉಳಿದಿರೋದೇ ಹೆಚ್ಚು. ಆದ್ರೆ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಈ ತರ ದುಸ್ಸಾಹಸ ಯಾರು ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ. ಆಮೇಲೆ ನಾನು ಸ್ವಿಚ್ ಆಫ್ ಮಾಡ್ಕೊಂಡು ಮನೆ ಹೊರಟೋದೆ. ಆದ್ರೂ ಫಾರೆಸ್ಟ್ ಅವರು ನನ್ನ ಟೇಸ್ ಔಟ್ ಮಾಡ್ಕೊಂಡು ಮನೆ ಕಂಡಿಡಿದು ಮನೆಗೆ ಬಂದು ಮನೆಯಿಂದ ಕರ್ಕೊಂಡ್ಬಂದು ನನಗೆ ಇದು ದಂಡ ಹಾಕ್ಸಿದ್ದಾರೆ, ಕಾನೂನು ಕ್ರಮ ಕೈಗೊಂಡಿದ್ದಾರೆ. ಈ ರೀತಿ ಯಾವುದೇ ದುಸ್ಸಾಹಸಕ್ಕಾಗಲಿ ಯಾರಾದ್ರೂ ಆಗಲಿ ಯಾರೂ ಈ ತರ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ಬೇಡಿ. ഇന്നലെ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ നടുങ്ങിപ്പോയി. കാരണം അതൊരു മലയാളിയാണ് എന്നുകൂടിയാണ് ആദ്യം കർണാടക വനംവകുപ്പ് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ അതൊരു കർണാടക സ്വദേശി തന്നെയാണ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ വനംവകുപ്പ് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാക്കിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ഈ സംഭവം ഇങ്ങനെയാണ് എന്നാണ് ആ സഞ്ചാരി വിശദീകരിക്കുന്നത്. അതായത് ഇന്നലെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരവെയാണ് ഈ ആനയെ കാണുന്നത്. നമുക്കറിയാം, ബന്ദിപ്പൂർ ദേശീയപാതയിൽ കടുവാ സങ്കേതത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ റോഡിൽ ഇറങ്ങുന്നതിനും ചിത്രങ്ങൾ എടുക്കുന്നതിനും ഒക്കെ കർശന വിലക്കുണ്ട്. ഒരു കാരണവശാലും റോഡിൽ ഇറങ്ങരുത്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകുന്നതാണ്. എന്നാൽ ആനയെ കണ്ടപ്പോൾ ഈ ചേട്ടൻ ഒരു കൗതുകം തോന്നി. ഒരു റീൽ എടുത്ത് അത് ബന്ധുക്കളെയൊക്കെ കാണിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. ആനയുടെ വളരെ അരികിൽ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, വളരെ അരികിലെത്തി ഇദ്ദേഹം ചിത്രങ്ങൾ പകർത്തുകയാണ്, ഒരു സെൽഫി പകർത്തുകയാണ്. അപ്പോൾ ആനയ്ക്ക് ഇത് സെൽഫി പകർത്തുകയാണെന്ന് അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്ന് ചിന്തിക്കുന്ന ആന പെട്ടെന്ന് പരിഭ്രാന്തനാവുകയും ഇദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തെ പുറകെ ഓടിയാണ് ആക്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളെ അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ആനയുടെ കാൽക്കീഴിൽ വരെ എത്തിയ ഇദ്ദേഹം വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ തന്നെയാണ് പകർത്തിയതും പിന്നീട് വനംവകുപ്പിനടക്കം കൈമാറിയതും. ഈ സംഭവത്തിന് ശേഷം അപ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇയാൾ ചെയ്തത്. എന്നാൽ വനംവകുപ്പിന് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു. വനംവകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് തനിക്ക് തെറ്റുപറ്റിയെന്നും ആരും ഇത്തരത്തിലുള്ള സാഹസത്തിന് മുതിരരുത് എന്നുള്ള പ്രതികരണവുമായി ഇയാൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്.